ഞങ്ങളടുത്തെങ്കിൽ അതിന്റെ കാരണം ചേട്ടൻ തന്നെയാണ്. ഞാനാ ഞാൻ അതുകൂടെ പറഞ്ഞിട്ടുണ്ടാക്കണ ഞാനെന്ത് ചെയ്തു? ചേട്ടൻ കാരണം തന്നെയാ. ചേട്ടനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അല്ലേ ത്രിവേണി? ആ അതെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചേട്ടൻ അറിയോ? എന്താണ്? ചേട്ടനും ചേച്ചിനെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളാ. നിങ്ങൾ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ച് അതിനിടയ്ക്ക് എവിടെയോ ഞങ്ങൾ തമ്മിൽ അറിയാതെ ഇഷ്ടത്തിലായി. ചേട്ടന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സംസാരിക്കില്ലായിരുന്നു, ഒന്നിക്കില്ലായിരുന്നു. അല്ലേ ത്രിവേണി? അത് മാത്രമല്ല, ഞങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം സംസാരിച്ച എന്താണെന്ന് ചേട്ടൻ അറിയോ? ഇല്ല. എന്താണ്? ത്രിവേണി, നീ അത് പറഞ്ഞു കൊടുക്കും. ഇത്രയും നേരം നീയല്ലേ സംസാരിച്ചേ, ഇനി ബാക്കി കൂടി നീ എന്നെ പറഞ്ഞു. ചേട്ടൻ ചേച്ചിനെ കെയർ ചെയ്യുന്ന രീതി, ആ കെയറിങ് കാണുമ്പോൾ ഏത് പെണ്ണായാലും അങ്ങനത്തെ ഒരു കെയറിങ് കിട്ടുന്ന ആഗ്രഹിക്കില്ലേ? ചേട്ടൻ പറയും. ത്രിവേണിയും എന്നോട് ഇത് തന്നെയാ പറഞ്ഞ. ചേട്ടൻ ചേച്ചിനെ കെയർ ചെയ്യുന്ന പോലെ അവൾക്ക് ഇതേപോലെ കെയറിങ് വേണമെന്ന്. ഇല്ലേ ത്രിവേണി? നീ അങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ ആവണിനെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ആർക്കും അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല ഒരാൾക്ക്. അതെനിക്കറിയാം ചേട്ടാ, അത് ഞാൻ എന്നോട് പറയുകയും ചെയ്തു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഇവിടെ ആഗ്രഹിച്ചു പോയില്ലേ ചേട്ടാ? അപ്പൊ എനിക്കും അതേപോലെ ഒരു ആഗ്രഹം, ചേട്ടൻ ചേച്ചിനെ കയറുന്ന ചെയ്യുന്ന പോലെ എനിക്ക് ത്രിവേണിനെ കയർ ചെയ്യണം. അതിൽ തെറ്റുണ്ടോ? ചേട്ടൻ പറയും. ഇല്ലടാ, ഒരിക്കലുമില്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും കാരണം ചേട്ടനാണെന്ന്. അത് നീ പറഞ്ഞ ശരിയാടാ. ഏതൊരു പെൺകുട്ടി അങ്ങനെ ആഗ്രഹിച്ചു പോകും. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞ ഊളക്കഥ വിശ്വസിക്കാൻ ഞാൻ എത്ര മണ്ടനല്ല. മനസ്സിലായാടാ? ഇനി രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് ഈ വീട്ടിൽ ഈ പരിസരത്ത് എവിടെ കണ്ടുപോരുത്. അവന്റെ ഉണക്ക റൊമാൻസ് ആയിട്ട് വന്നേക്കണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളെ രണ്ടുപേരും കൂടി എന്റെ കക്ഷത്തിന്റെ ഇടയിൽ എടുത്തു വെക്കാൻ പറ്റൂല. അങ്ങനെ പറയല്ലോ ചേട്ടാ. ഞാൻ ത്രിവേണിയുടെ പുറകെ വന്ന് ശല്യപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ത്രിവേണി എന്നെ പുറകെ വരുന്നതോ അല്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ ചേട്ടാ. ഞങ്ങളുടെ ഇഷ്ടം ചേട്ടന് മനസ്സിലാവില്ലേ? അതെങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് മനസ്സിലാവണത്? അത് നിങ്ങൾക്കല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്റെ ഭാഗത്തുനിന്ന് നിനക്കൊരു ഉപദേശം ഞാൻ തരാം. നിനക്ക് ത്രിവേണിനെ കെട്ടിയാ കൊള്ളാന്നുള്ള സമ്മതം നീ നിന്റെ വീട്ടിൽ നിന്ന് പോയി മേടിച്ചിട്ട് വാ. ആവണിയുടെ സമ്മതം നമുക്ക് നോക്കാം. ചേച്ചി എന്റെ ഇഷ്ടത്തിനൊന്നും എതിര് പറയൂല കേട്ടാ. അത് ശരിയാണ്. നിന്റെ വീട്ടുകാർ അറിയുന്നതിന് മുമ്പ് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. പിന്നെ ഈ വീട്ടിനകത്ത് ഒരു ചുറ്റിക്കളി എന്റെ കൺമുമ്പിൽ കണ്ടുവരുന്നു. മനസ്സിലായല്ല? ഇനി എന്തിനാണ് ഈ പശ വെച്ച് ഒട്ടിച്ചോടെ നിക്കണത്? ഓ